ഇത് എന്തത്? ഒന്ന് പതുക്കെ. പേടറാം, നീ സൈക്കിളല്ല ഓടിക്കുന്ന, ജീപ്പാ ഓടിക്കുന്ന. ഒന്ന് പതുക്കെ പോടോ. ഒന്ന് നിർത്താൻ. എല്ലാരും ശ്രദ്ധിച്ച് കേട്ടോളാം. ഇപ്പൊ തന്നെ നഗരം വിട്ട് പോകണം. ചുഴലിക്കാറ്റ് വന്നോണ്ടിരിക്കുകയാണ്. നമ്മുടെ നഗരം തന്നെ നശിക്കാൻ സാധ്യതയുണ്ട്. ഓടിക്കോ, എല്ലാരും ഓടിക്കോ. ഓടാനോ? എങ്ങോട്ട് ഓടാൻ? ആരാണ് വരുന്നതെന്ന് വേഗം പറ. അറിയില്ല. ഓടിക്കോ. ഓടിക്കോ. ലഡു സിംഗ് സർ, ഈ ചുഴലിക്കാറ്റ് എത്ര ദൂരമുണ്ട്? ശിവ, ചുഴലിക്കാറ്റ് ഏത് സമയത്തും ഇവിടെ എത്താൻ സാധ്യതയുണ്ട്. ആക്ച്വലി നമുക്ക് രക്ഷപ്പെടാനും ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് സമയം വളരെ കുറവാണ് ശിവ. ഈ ചുഴലിക്കാറ്റിനെ നിയന്ത്രിക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണില്ലേ? അതിന് ഉപായമുണ്ട്. ഞാൻ കാറ്റ് രാഗത്തിലൂടെ അതിനെ ഓടിക്കാം. സമയ സന്ദർഭം നോക്കി ഇങ്ങനെ ഓരോന്ന് സംസാരിക്കും. പരിസരം ഒന്നും വീക്ഷിക്കാതെ എന്തൊക്കെയാണാവോ നിങ്ങൾ വരുത്തി വെക്കാൻ പോകുന്നത്? മുത്തശ്ശി, മുത്തശ്ശൻ പറഞ്ഞത് വളരെ ശരിയാ. മുത്തശ്ശന്റെ പാട്ട് കേട്ട് ചുഴലിക്കാറ്റ് നിൽക്കും. പക്ഷെ പാടുന്നത് വേറെ രീതിയിലായിരിക്കണം. ശിവയുടെ മുത്തശ്ശ, ഇതുപോലൊരു സന്ദർഭം ഇനി നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. ഈ നാടിനെ മൊത്തം രക്ഷിക്കുന്നത് നിങ്ങളുടെ കയ്യിലാ ഉള്ളത്. കുഴപ്പമുണ്ടാക്കരുതേ. സന്തോഷസുദിനത്തിൽ ഇന്ന് മുഴുവൻ ഞാൻ നിങ്ങളെ പാട്ട് കേൾപ്പിക്കാം. ലഡു സിംഗ് സാറേ,
നമ്മൾ ഈ നഗരത്തെ രക്ഷിച്ചിരിക്കുന്നു. പക്ഷേ ചുഴലിക്കാറ്റ് പോകുന്ന ഡയറക്ഷൻ കാണുമ്പോ അവിടെ ആരെങ്കിലും താമസിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ഈ കാറ്റ് അവിടെ ചെന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ഇല്ല, അവിടെ ആരും താമസിക്കുന്നില്ലാന്നേ. അവിടെ വരും പുഴയും മരങ്ങളും മാത്രമേ ഉള്ളൂ. അവിടെ ആരാ ഉണ്ടാവാന്നേ? എന്നാലും നമുക്ക് അവിടെ ഒന്ന് പോയി ചെക്ക് ചെയ്താലോ. ഇവിടെ നിന്ന് തുടങ്ങി ദാ ഇവിടെ. ഇവിടെയാണ് ആ ട്രാക്ക് തുടങ്ങുന്നത്. പിന്നെ ഇവിടെ മലക്കരികിൽ അല്ല, അവിടെ റുണിയ ട്രൈബ് ഉണ്ടല്ലോ. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ ചുഴലിക്കാറ്റ് പോവുകയാണെങ്കിൽ അവിടെയുള്ള ജനങ്ങളൊക്കെ മരിച്ചു പോകും. എന്നാ പിന്നെ പെട്ടെന്ന് അവർക്ക് ഫോൺ ചെയ്ത് വിവരം അറിയിച്ചാലോ? അതിന് അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ഫോൺ ഉണ്ടാവണ്ടേ? ആ ഭാഗത്ത് കറണ്ട് പോലും ഉണ്ടാവില്ല. മാത്രമല്ല അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വരേണ്ട ആവശ്യമില്ല. അപ്പൊ പിന്നെ അവർക്ക് എല്ലാവർക്കും ആപത്ത് സംഭവിക്കുമല്ലോ. ഇല്ല, എത്രയും പെട്ടെന്ന് അവിടെ ചെന്ന് നമുക്ക് അവരെ രക്ഷിക്കണം. കാരണം ഈ ബുദ്ധിമുട്ട് അവർക്ക് വരുത്തി വെച്ചത് നമ്മളാണ്. അല്ല, ഈ ചുഴലിക്കാറ്റത്തിന് മുമ്പ് അങ്ങനെ എത്താൻ പറ്റുമോ? ദാ ഇവിടെ നോക്ക്. ഇവിടെ നിന്ന് ചുഴലിക്കാറ്റ് ഇവിടെ മുട്ടി പിന്നെ ഇങ്ങോട്ട് പോയി സെമി സർക്കിൾ വേവ് ആയിട്ട് മാറുന്നു. നമ്മൾ ഈ വഴിയെ ഷോർട്ട് കട്ടിൽ കൂടി അവിടെ ആ മലക്കരികിൽ ചെല്ലുവാണെങ്കിൽ അവിടെ എളുപ്പം എത്താനും സാധിക്കും. അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാനും സാധിക്കും. അവരെ രക്ഷപ്പെടുത്താനും സാധിക്കും. എന്നാ പിന്നെ നീ പറന്നു പോ, പുറകെ ഞങ്ങൾ വന്നോളാം. പറ്റില്ല, വഴി വളരെ കൂടുതലാണ്. എനിക്ക് ഒരുപാട് നേരം പറക്കാനാവില്ല. അത്യാവശ്യ സമയത്ത് അതിന്റെ ബാറ്ററി തീർന്നു പോവുകയും ചെയ്യും. അതല്ല, ഞാനിപ്പോ വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ വരാം. എന്നാ ശരി, നമുക്ക് പോകാം. ഹലോ രേവ. നിങ്ങൾ എന്തിനാ ഇവിടുന്ന് അങ്ങോട്ട് പോയി പേടറാമിന്റെ അടുത്തിരിക്കുന്നത്? അത് പിന്നെ ലഡു സിംഗ് സാറേ, ഞങ്ങൾ ഇരിക്കുമ്പോ സാറിന് സൗകര്യമായിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങള് ഇപ്പുറത്തേക്ക് വന്നതാ. അതാണോ കാര്യം? അതേതായാലും നന്നായി കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ കാലൊന്ന് നീട്ടി നന്നായിട്ട് വിശ്രമിക്കാമല്ലോ. ഒരുപാട് ദൂരം ഇനിയും പോകണ്ടേ. കൊള്ളാം, കാണാൻ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. എത്രയും വലിയ മലകളാണത്, കണ്ടില്ലേ? ഇവിടുത്തെ റോഡിലും കുണ്ടും കുഴിയും ഒന്നുമില്ല, സ്മൂത്ത് ആയിട്ടുള്ള റോഡാ. ആദ്യമായിട്ടാണ് മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്യുമ്പോ ചാട്ടം ചാടാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ യാത്രയിൽ കൂടെ എനിക്കിപ്പോ തോന്നുന്നത് ഞാൻ ആകാശത്തിലൂടെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഓ, ഇയാൾക്ക് ആരെപ്പോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഇയാൾ ആകാശത്തിൽ പറന്നുകൊണ്ടിരിക്കുകയാണെന്ന്? ഇത്രയും സ്മൂത്ത് ആയിട്ടുള്ള വഴി എങ്ങനെ ഈ മലപ്രദേശത്ത് ഉണ്ടാവാൻ സാധ്യത? എനിക്കൊന്ന് കാണണം. എന്തുകൊണ്ട് എനിക്ക് കാണാൻ പാടില്ല? ഞാൻ കാണുന്നു പറഞ്ഞാൽ ഞാൻ ഇപ്പൊ തന്നെ കാണുന്നു. കാണട്ടെ. രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ, എന്നെ രക്ഷിക്കേ. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു അല്ലേ? എന്ത് പറ്റി ലഡു സിംഗ് സർ? വേഗം എഴുന്നേൽക്ക്, ഇങ്ങനെ ബോധം കെട്ടി കിടക്കാൻ സമയമില്ല. ഒരുപാട് ദൂരം നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. ശിവ, ലുന്യ ഗ്രാമം ആ മലയ്ക്ക് പുറകിലാണുള്ളത്. നമുക്ക് താഴെ കൂടി പോവേണ്ടി വരും. നീ വേഗം പറന്ന് പോയി അവരെ രക്ഷിക്കാൻ നോക്ക്, കാരണം ചുഴലിക്കാറ്റ് വളരെ അടുത്തായി. വേഗം ഞങ്ങളുടെ കൂടെ വാ. ആരാണ് നീ? എവിടെ നിന്ന് വരണോ? ഞാൻ വേദ നഗരത്തിൽ നിന്ന് വരുവാണ്. ചുഴലിക്കാറ്റ് ട്രൈബൽ വില്ലേജിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്. എനിക്ക് അവരെ രക്ഷിക്കാൻ പോണം. അല്ല, നിങ്ങൾ ആരാണ്? ഞങ്ങൾ റൂബ ട്രൈബറാണോ? ലൂണിയാർക്കാരോ ശത്രുക്കളാണോ?
ചുഴലിക്കാറ്റിൽ അവരൊക്കെ സത്തുപോയാൽ എങ്ങൾക്ക് സന്തോഷമാണോ? കുട്ടി അവിടെ പോകാൻ പാടില്ല. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. സർദാറിനെ അടിച്ചിരിക്കുന്നു. സർദാറിനെ അടിച്ചു. സർദാറിനെ അടിച്ചോളേ. കള്ളാലോ, ഇവൻ ആള് ഭയങ്കര ധീരനാണല്ലോ. നോക്കൂ, നീ ഇതുവഴി വേഗം രക്ഷപ്പെട്ടോളൂ. പക്ഷേ നിങ്ങൾ എന്തിനാ എന്നെ സഹായിക്കുന്നത്? കാരണം നീ ഭയങ്കര ധൈര്യശാലിയാ. എത്രയോ ദൂരത്തുനിന്നാണ് ആളുകളെ രക്ഷിക്കാൻ വന്നത്. എല്ലാരോടും നിന്റെ പേര് ശിവ എന്നല്ലേ പറഞ്ഞത്? ആരെങ്കിലും നിന്നെ കുട്ടിന്ന് വിളിച്ചാൽ പെട്ടെന്ന് ദേഷ്യം വരൂലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എന്നെ കുട്ടിയെന്ന് വിളിക്കാം. അതായത് ദുഷ്ടന്മാരായ ആൾക്കാർ എന്നെ കുട്ടിയെന്ന് വിളിക്കുമ്പോൾ എനിക്കത് കേൾക്കുമ്പോ തന്നെ ദേഷ്യം വരും. നിങ്ങൾക്ക് എന്നെ ധാരാളമായി വിളിക്കാം. ഇല്ല ഇല്ല ഇല്ല, ഞാൻ നിന്നെ ശിവ എന്നേ വിളിക്കൂ. നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്, അല്ലെങ്കിൽ സമയം വൈകും. താങ്ക് യു. മനോഹരമായ പൂവ്. ബൈ ബൈ. വീണ്ടും കാണാം. പിടിക്കവനെ. ആ കുട്ടി ശിവ ഓടിയിരിക്കണോ? ശിവ, ചുഴലിക്കാറ്റ് വഴിമാറി വരുന്നു. അത് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തുന്ന തോന്നുന്നത്. നീ പെട്ടെന്ന് നിങ്ങൾ ചെയ്തേ പറ്റൂ. ആ ഗ്രാമത്തിൽ നിന്ന് നീ ദൂരെ നിൽക്കുന്നേ. ഓക്കെ രവ. ആരാണു നീ? എന്തിനു വേണ്ടി ഇവിടെ വന്നു? എന്റെ പേര് ശിവ. ഞാൻ വേദ സിറ്റിന്നാ വരുന്നത്. ഒരുപാട് സംസാരിക്കാൻ സമയമില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഗ്രാമം ഒഴിഞ്ഞ് മലയുടെ പുറകെ പോകണം. കാരണം ഈ ഗ്രാമത്തിൽ എത്രയും പെട്ടെന്ന് ചുഴലിക്കാറ്റ് വരും. ആ പൂവ് കണ്ടോ? കറൂബ ഗ്രാമത്തിലെ ഉണ്ടാവുള്ളൂ. അവൻ കറൂബ ഗ്രാമത്തിൽ വന്നവനാണ്. ഈ വന്നിരിക്കുന്നവൻ ശത്രുവിന്റെ ആളാണ്. അവന്റെ വിചാരം നമ്മൾ ഇവിടെ നിന്ന് ഓടിക്കളഞ്ഞ കറൂബ ഗ്രാമത്തിലുള്ളവർ ഇവിടെ വന്ന് താമസിക്കണമെന്നാണ്. ഞാൻ വിടൂല. ഇതെന്താ വേണ്ട ദിനം പറയുന്നത്? തർക്കിക്കാൻ ഒട്ടും സമയമില്ല. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്കൂ. നിന്റെ ആഗ്രഹം ഞാൻ ഒരിക്കലും സാധിച്ചു തരൂല. ഇവിടെ വേഗം കുട്ടി. എന്നെ കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഇവനും തീ കൊടുക്കുന്നുണ്ടല്ലോ. ഇവനും ഒരു മാന്ത്രികനാണ്. ഇതിലും ഒരു മാജിക്കും ഇല്ല. ഈ 2 സഞ്ചിയിൽ വ്യത്യസ്തമായ കെമിക്കൽസ് ഉണ്ട്. ഈ 2 പൗഡറുകളും ഒരുമിച്ചാവുമ്പോ അതിന് തീ വരുന്നു. ഇതിൽ യാതൊരു മാന്ത്രികവുമില്ല. അതുപോലെ ദൈവം തന്ന ഒരു ശക്തിയുമില്ല. 2 വ്യത്യസ്തമായ കെമിക്കൽസ് ആണിത്. സമയം ഒട്ടുമില്ല. ഇതാ ചുഴലിക്കാറ്റ് അടുത്ത് വരെ എത്തി. നിങ്ങൾ ആ മല വഴി കയറി ചെല്ലൂ. ഇവനെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്.
ഇവനൊരു വലിയ ശത്രുവാണ്. ദാ അത് കണ്ടോ, പക്ഷികൾ പോലും അവിടുന്ന് പോകാൻ തുടങ്ങിയിരിക്കുന്നു. കോടിപ്പടലങ്ങൾ കാറ്റിൽ വരുന്നത് നിങ്ങൾ കണ്ടില്ലേ? എത്രയും പെട്ടെന്ന് രക്ഷപ്പെടൂ. ഇവൻ പറയണത് ശരിയാണ്. നമ്മളെക്കാട്ടും പസികൾക്കാണ് അറിവ് കൂടുതലാ. വേഗം രസപ്പെടൂ. ശിവ, എന്നോട് നീ സെവിക്കണം കേട്ടോ. ഞാൻ നിന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. വളരെ നന്ദിയുണ്ട് ശിവ. എങ്ങളെ എല്ലാരെയും നീ രസിച്ചു. നാങ്കൾ വഴക്കിടാനല്ല കൂട്ടുകൂടാനാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ദൂരത്ത് നിന്നാണ് നിങ്ങളെ രസിക്കാൻ ശിവ വന്നത്. ഞാനും നിങ്ങളും വയൽക്കാരല്ലേ. നമ്മൾ ശത്രുക്കളായി ജീവിക്കാൻ പാടില്ല. നമ്മൾ രണ്ടുപേരും സന്തോഷമായി ജീവിക്കാം. ശിവ